ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമ്മൾക്ക് പാലക്കാട് നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. ഇപ്പോൾ 2 മാസമായിട്ട് ഭർത്താവിൽ നിന്നും അകന്ന് എൻ്റെ വീട്ടിലാണ് താമസം. പിരിയാനാണ് തീരുമാനം എന്നാണ് പറയുന്നത്. ഒരുപാട് ജാതക ചർച്ചയെല്ലാം നോക്കി ഒരുപാട് ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് കൊള്ളാമെന്ന് തോന്നിയ ഈ ബന്ധം ഉറപ്പിച്ചത്. 10ൽ 7 പൊരുത്തവും ഉണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. പയ്യന്റെ ജാതകത്തിൽ അരദോഷവും മകളുടെ ജാതകം ശുദ്ധവും ആയതുകൊണ്ടാണ് ഈ അകന്നത് എന്ന് ഈയിടെ ജാതകം പരിശോധിച്ചപ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ ചേരുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാകുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ജാതകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. ദയവായി ഇതിനെ ഒരു മറുപടി തരണം. മകളുടെ ജാതകപ്രകാരം ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നതായ വിനീതയുടെ ജാതകപ്രകാരം ലഗ്നാൽ 7ാം ഭാവത്തിൽ ചൊവ്വയ്ക്കും ശനിയോടും ഒപ്പം വ്യാഴൻ ജാതകപ്രകാരം നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അരദോഷം ഉള്ളതായിരിക്കുന്ന ജാതകമായിട്ടാണ് വിനീതയുടെ ജാതകപ്രകാരം പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. പയ്യന്റെ ജാതകത്തിൽ ചന്ദ്രാലും ലഗ്നാലും 7ാം ഭാവം പൂർണ്ണമായിട്ടും ശുദ്ധമാണ്. ശുക്രാൽ ഉഭയഭാപിത്വം ചതുരശ്രം മുതലായ ദോഷങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ശുദ്ധമായിരിക്കുന്ന ജാതകമാണ് പയ്യന്റെ ജാതകം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ ജാതക ചേർച്ച പൂർണ്ണമായും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. കാരണം പയ്യന്റെ ജാതകത്തിനോടൊപ്പം ആയിരിക്കണം സ്ത്രീ ജാതകം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ സ്ത്രീ ജാതകത്തേക്കാൾ ലേശം ദോഷം പുരുഷ ജാതകത്തിൽ അല്പം കൂടുതലാകാം എന്നും പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഈ ജാതകങ്ങൾ തമ്മിൽ നോക്കിയതിൽ സ്ത്രീ ജാതകത്തിലാണ് ദോഷത്തിന്റെ ആധിക്യത പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ദോഷം തീർച്ചയായും ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. ലഗ്നാൽ 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഗ്നേയർ വിധവ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വിഗതഹ ദവഹ വിധവ എന്നുള്ളതാണ് അർത്ഥം. ഭർത്താവിനാൽ വേർപെടുക എന്നുള്ളതാണ്. മരണം മൂലം വേർപെടുന്നതാണ് വൈധവ്യം എന്നുള്ളത് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ മിശ്രൈഹി പുനർഭൂർഭവേദ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മിശ്രഗ്രഹം ഒപ്പമുണ്ടെങ്കിൽ വീണ്ടും 2ാമത് കല്യാണം കഴിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു അരദോഷമാണ് സ്ത്രീയുടെ ജാതകപ്രകാരം പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. മകളുടെ ജാതകത്തിൽ ചൊവ്വ ശനി എന്നീ അഗ്നിമാരുത ഗ്രഹങ്ങൾക്കൊപ്പം തന്നെ വ്യാഴം ചേർന്ന് നിൽക്കുന്നത് ഇങ്ങനൊരു മിശ്രയോഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ അരദോഷം തികച്ചും മകളുടെ ജാതകത്തിൽ പറയുന്നുണ്ട്. ഇതിന് അരദോഷമോ ഇല്ലെങ്കിൽ ഒരു ദോഷമോ ഉള്ളതായിരിക്കുന്ന പുരുഷ ജാതകമായിരുന്നു ഏറ്റവും ഉത്തമത്തിൽ യോജിക്കേണ്ടതായിരുന്നത്. പക്ഷേ ശുദ്ധമായിരിക്കുന്ന ഒരു പുരുഷന്റെ ജാതകം ഇതിനോടുകൂടി ബന്ധപ്പെടുത്തുമ്പോൾ ഈ അരദോഷം തീർച്ചയായും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2ൽ ആർക്കും തന്നെ മരണം സംഭവിക്കില്ല. പക്ഷേ ഈ സ്ത്രീ ഭർത്താവിനാൽ വേർപെട്ട് വീണ്ടും കല്യാണം കഴിക്കാനുള്ള ഒരു സാധ്യതയാണ് ജാതകപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവം ആയിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ മിക്ക ജ്യോത്സ്യന്മാരും അരദോഷമായിരിക്കുന്ന സ്ത്രീ ജാതകത്തിനെ ശുദ്ധജാതകവുമായി ചേർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അധികവുമില്ല, അത്യാവശ്യം ആളുകൾ മാത്രമാണ് ഇപ്പം അങ്ങനെ ചെയ്തു വരുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു പ്രവണത ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് 2ാം പ്രാവശ്യം നോക്കിയ സമയത്തിൽ ഒരു ജ്യോത്സ്യം പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം 2ാം പ്രാവശ്യം നോക്കിയപ്പോൾ സ്ത്രീയുടെ ജാതകത്തിൽ അരുദോഷം കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ദോഷവും എഫക്റ്റ് ആയിരിക്കുന്നത്. മാത്രമല്ല അത്തം നക്ഷത്രത്തിന് ഇപ്പോൾ 7 ശനി കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. മാത്രമല്ല അഷ്ടമത്തിൽ വ്യാഴൻ ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ സമയ കാലഘട്ടം കൂടിയിട്ടാണ്. 7 ശനി കാലത്തെ കുറച്ച് ദോഷവശങ്ങളും മറ്റുമെല്ലാം അനുഭവമാകണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ലഗ്നേ വിദ്യേ വ്യയേച്ച വിസുദേ കാലേച്ച മാലക്ഷയം ഭാര്യാബന്ധുവിയോഗതം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം ഭാര്യാഭർത്തൃബന്ധങ്ങൾ വിയോജിപ്പിൽ എത്താനുള്ളതായിരിക്കുന്ന സാധ്യത കൂടിയിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. നക്ഷത്രവശാലും അതേപോലെ തന്നെ ജാതകവശാലും വേർപിരിയാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്തായാലും പരമാവധി യോജിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷിക്കുക. എന്തായാലും ഈ വരുന്ന 2012 മെയ് മാസം 16-ാം തീയതി വരെ അഷ്ടമവ്യാഴ സമയ കാലഘട്ടമായിരിക്കുന്നതിനാൽ
ഏതൊരു തീരുമാനവും എടുക്കുന്നതിന് മുമ്പേ 2 പ്രാവശ്യം ആലോചിക്കേണ്ടതായുണ്ട്. പറ്റുമെങ്കിൽ മെയ് മാസത്തിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ എടുത്തുചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും ദോഷത്തിലാകാനുള്ള സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ജാതകപ്രകാരമുള്ള ഈ അരദോഷത്തിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റുമോ എന്ന് കൂടിയിട്ട് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം തന്നെ ശിവക്ഷേത്രത്തിലെ ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ പട്ടും താലിയും വഴിപാട് കൊടുക്കുന്നതും അതേപോലെ തന്നെ പരദോഷത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന കദളി വിവാഹമോ മറ്റുള്ളതായിരിക്കുന്ന ശാസ്ത്രവിധി പ്രകാരമുള്ള പരിഹാരങ്ങൾ കർമ്മങ്ങൾ നടത്തുന്നതും ഉത്തമമാണ്. പ്രശ്നപ്രകാരം രണ്ടുപേരുടെയും ജാതകം പരിശോധിപ്പിച്ചതിന് ശേഷം ഒന്ന് പ്രശ്നം വെച്ചിട്ട് അതിലെന്തെങ്കിലും ദോഷവശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ബന്ധം അകലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മെയ് മാസത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം. ഇത് 2ാം പ്രാവശ്യം കല്യാണം കഴിക്കാനുള്ളതായിരിക്കുന്ന ഒരു യോഗം മകളുടെ ജാതകപ്രകാരം പറയുന്നുണ്ട്. അതിൽ 10ൽ 7 പൊരുത്തം ഉണ്ടായിട്ടും പക്ഷെ കാര്യമില്ല. കാരണം ഏറ്റവും പ്രധാനമായി ജാതക ചർച്ചയിൽ വേണ്ടത് പാപസാമ്യം നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുക. പാപസാമ്യം ഉത്തമമല്ലെങ്കിൽ 10ൽ 10 പൊരുത്തം ഉണ്ടായാലും ആ വിവാഹബന്ധം ഒരിക്കലും ശുഭമായി പര്യവസാനിക്കില്ല. ഏറ്റവും ആദ്യം നോക്കേണ്ടത് പാപസാമ്യമാണ്. 2ാമതായി നോക്കേണ്ടത് കൂട്ടുദശയാണ്. 3ാമതായിട്ടാണ് പൊരുത്തത്തിന് അവിടെ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. പൊരുത്തത്തിൽ വലിയ കൂടുതലില്ലെങ്കിലും പാപസാമ്യവും കൂട്ടുദശയും ദോഷപ്രദമില്ലെങ്കിൽ നമ്മൾക്ക് ചേർത്ത് വിടാവുന്നതാണ്. എന്തായാലും സ്ത്രീ ജാതകത്തിൽ ഇവിടെ ദോഷം കൂടിയിരിക്കുന്നത് തീർച്ചയായും ദോഷങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. മകളെ കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടെന്ന് പ്രത്യേകമായി പറയാം. മെയ് മാസം വരെ വ്യാഴനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളായ വിഷ്ണുവിനെ ഭജിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.